Theorem 3.7. Let A, B, C be any positive integers, then GCD of AC, BC equal to C into GCD of AB. ഓക്കെ, തിയറത്തിൽ എന്താ പറയുന്നത്? എ ബി സി ഇങ്ങനെ 3 പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ഉണ്ടെങ്കിൽ ജി സി ഡി ഓഫ് എ സി ബി സി, എ സി ബി സി എന്ന് പറയുന്ന ഈ ഇൻറ്റീജേഴ്സിൻ്റെ ജി സി ഡി എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം? സി ഇൻറ്റു ജി സി ഡി ഓഫ് എ ബി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് തിയറത്തിൽ പ്രൂവ് ചെയ്യേണ്ടത്? ജി സി ഡി ഓഫ് എ സി ബി സി എന്താണെന്ന് കാണിക്കണം, ഈക്വൽ ടു സി ഇൻറ്റു ജി സി ഡി ഓഫ് എ ബി ആണെന്ന് കാണിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ജി സി ഡി ഓഫ് എ സി ബി സി, എ സിയുടെയും ബി സിയുടെയും ജി സി ഡി എന്ന് പറയുന്നത് നമ്മൾ ഡി ആയിട്ട് ചൂസ് ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓയിലേഴ്സ് തിയറം പഠിച്ചു. ഓയിലേഴ്സ് തിയറത്തിൽ നമ്മൾ എന്ത് പറയുന്നുണ്ട്? ഒരു രണ്ട് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് എ ബി തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ജി സി ഡി ഡി ആണെങ്കിൽ ആ ഡിനെ നമുക്ക് എന്തായിട്ട് എഴുതാം? എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് എ ആൻഡ് ബി ആയിട്ട് എഴുതാമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് ഇവിടെ നമ്മൾ എ സിയുടെയും ബി സിയുടെയും ജി സി ഡി ആയിട്ടാണ് ഡി എന്നെടുത്തിട്ടുള്ളത്. അതിനെനിക്ക് ഡിനെ നമുക്ക് എ സിയുടെയും ബി സിയുടെയും ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റും. അതായത് ദർ എക്സിസ്റ്റ് ഇൻറ്റീജേഴ്സ് ആൽഫ ആൻഡ് ബീറ്റ such that d is equal to alpha into AC plus beta into BC. ഓക്കെ, ഡിനെ നമ്മൾ എന്ത് ചെയ്തു? എ സിയുടെയും ബി സിയുടെയും ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതി. ആൽഫയും ബീറ്റയും എന്താണ്? പോസിറ്റീവ് ഇൻറ്റീജേഴ്സാണ്. ആൽഫയും ബീറ്റയും എന്താണ്? ഇൻറ്റീജേഴ്സാണ്. ഓക്കെ, അപ്പോൾ ഈ എഴുതിയതിൽ നിന്ന് ഇവിടെ നോക്കൂ, ഇവിടെ ആൽഫ എ സി, ഡി ഈസ് ഈക്വൽ ടു ആൽഫ എ സി പ്ലസ് ബീറ്റ ബി സി ആണ്. അപ്പോൾ അവിടെ നിന്ന് സി നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ ഇതിന് എന്ത് എഴുതാം? സി ഇൻറ്റു ആൽഫ എ പ്ലസ് ബീറ്റ ബി എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇവിടെ ഇൻറ്റു സി ആണല്ലോ, അതിന് ഇക്വാലിറ്റീൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ എന്താവും? ഡി ബൈ സി ഈക്വൽ ടു ആൽഫ എ പ്ലസ് ബീറ്റ ബി എന്നെഴുതാം അല്ലേ. ഇവിടെ എന്താണ്? ഡി ബൈ സി ഈക്വൽ ടു ആൽഫ എ പ്ലസ് ബീറ്റ ബി എന്ന് കിട്ടിയിട്ടുള്ളത്. ഇതെന്താണ്? ഇറ്റ് ഇസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് എ ആൻഡ് ബി. എയുടെയും ബിൻ്റെയും ഒരു ലീനിയർ കോമ്പിനേഷനാണ് അല്ലേ. എയുടെയും ബിൻ്റെയും ജി സി ഡിനെ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്? ഓയിലേഴ്സ് തിയറം വെച്ചിട്ട് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് എ ആൻഡ് ബി ആയിട്ട് എഴുതാം. അപ്പോൾ ഇവിടെ എയുടെയും ബിയുടെയും ഒരു ലീനിയർ കോമ്പിനേഷനാണ് ഈ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിന് നമുക്ക് എന്താണെന്ന് പറയാം? ഇതിന് നമുക്കതിൻ്റെ ജി സി ഡി ആയിട്ട് കൺസിഡർ ചെയ്യാം അല്ലേ. എയുടെയും ബിൻ്റെയും ജി സി ഡിനെ നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാം. ഇവിടെ നമുക്ക് കിട്ടി ഡി ബൈ സി ഇസ് ഈക്വൽ ടു എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് എ ആൻഡ് ബി. അപ്പോൾ അതിന് നമുക്ക് എന്തെടുത്ത് എഴുതാം? ജി സി ഡി ഓഫ് എ ബി എന്ന് എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് ഡി ബൈ സി ഇസ് ഈക്വൽ ടു ജി സി ഡി ഓഫ് എ ബി. അതായത് ഇവിടെ നമുക്ക് എന്തെഴുതാം? ഡി ഇസ് ഈക്വൽ ടു സി ഇൻറ്റു ജി സി ഡി ഓഫ് എ ബി. ഡി എന്തായിരുന്നു? ജി സി ഡി ഓഫ് എ സി ബി സി. അപ്പോൾ ജി സി ഡി ഓഫ് എ സി ബി സി എന്താണെന്ന് കിട്ടി? സി ഇൻറ്റു ജി സി ഡി ഓഫ് എ ബി ആണെന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് തിയറം 3.8. Two positive integers a and b are relatively prime. Two positive integers a and b are relatively prime if and only if there are integers alpha and beta such that alpha a plus beta b equal to 1. ഓക്കെ, തിയറത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? രണ്ട് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് എ ബി ആൻഡ് എ ബി ആർ റിലേറ്റീവ്ലി പ്രൈം. എയും ബിയും റിലേറ്റീവ്ലി പ്രൈം ആവും ഈഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ്. ഈഫ് ആൻഡ് ഓൺലി ഇഫ് ദർ എക്സിസ്റ്റ് ഇൻറ്റീജേഴ്സ് ആൽഫ ആൻഡ് ബീറ്റ സച്ച് ദാറ്റ് ആൽഫ എ പ്ലസ് ബീറ്റ ബി ഈക്വൽ ടു 1. അപ്പോൾ എയും ബിയും റിലേറ്റീവ്ലി പ്രൈം ആവണമെങ്കിൽ ആൽഫ എ പ്ലസ് ബീറ്റ ബി എന്ന് പറയുന്നത് എന്താവണം? ഈക്വൽ ടു 1 ആവണം. അതേപോലെ തിരിച്ചും ഈഫ് ആൻഡ് ഓൺലി ഇഫ് ആണ്. അതായത് ആൽഫ എ പ്ലസ് ബീറ്റ ബി ഈക്വൽ ടു 1 ആയിട്ടുണ്ടെങ്കിൽ എയും ബിയും എന്താണ്? റിലേറ്റീവ്ലി പ്രൈം ആവും. ഇതാണ് തിയറത്തിൽ പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഇഫ് കണ്ടീഷനാണ് പ്രൂവ് ചെയ്യുന്നത്. അതായത് എയും ബിയും റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ എന്താണ്? ദർ എക്സിസ്റ്റ് ഇൻറ്റീജേഴ്സ് ആൽഫ ആൻഡ് ബീറ്റ സച്ച് ദാറ്റ് ആൽഫ എ പ്ലസ് ബീറ്റ ബി ഈക്വൽ ടു 1. ആൽഫ എ പ്ലസ് ബീറ്റ ബി ഈക്വൽ ടു 1 ആവുന്ന രീതിയിൽ ഇൻറ്റീജേഴ്സ് ആൽഫ ആൻഡ് ബീറ്റ എക്സിസ്റ്റ് ചെയ്യുന്നത് കാണിക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്തെടുക്കുന്നു? എയും ബിയും റിലേറ്റീവ്ലി പ്രൈം. ലെറ്റ് എ ആൻഡ് ബി ആർ റിലേറ്റീവ്ലി പ്രൈം. എയും ബിയും റിലേറ്റീവ്ലി പ്രൈം എന്ന് പറഞ്ഞാൽ എന്താണ്? എയുടെയും ബിയുടെയും ജി സി ഡി ഈക്വൽ ടു 1 ആവും. ദാറ്റ് ഈസ് ജി സി ഡി ഓഫ് എ ബി ഈക്വൽ ടു 1. ഇനി ഓയിലേഴ്സ് തിയറത്തിൽ നമ്മൾ പഠിച്ചു, രണ്ട് നമ്പേഴ്സിൻ്റെ ഈ ജി സി ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ജി സി ഡി ഓഫ് എ ബിനെ നമുക്ക് എന്ത് ചെയ്യാം? ലീനിയർ കോമ്പിനേഷൻ ഓഫ് എ ആൻഡ് ബി ആയിട്ട് എഴുതാം അല്ലേ. ദാറ്റ് ഈസ് ദർ എക്സിസ്റ്റ് ഇൻറ്റീജേഴ്സ് ആൽഫ ആൻഡ് ബീറ്റ സച്ച് ദാറ്റ് ജി സി ഡി ഓഫ് എ ബി ഈക്വൽ ടു ആൽഫ എ പ്ലസ് ബീറ്റ ബി.
ഓക്കെ ആണല്ലോ. ഇവിടെ എയുടെയും ബിയുടെയും GCD എന്താണ് 1 ആണ്. അപ്പോൾ GCD നമ്മൾ എന്താണെന്ന് എഴുതിയിട്ടുണ്ട്. ഓയിലേഴ്സ് തിയറം പ്രകാരം AB-യുടെ GCD നമുക്ക് ആൽഫ എ പ്ലസ് ബീറ്റ ബി എന്ന രീതിയിൽ എഴുതാം. ഇവിടെ GCD 1 ആണ്. സോ ആൽഫ എ പ്ലസ് ബീറ്റ ബി ഈക്വൽ ടു എന്താണ് 1 ആണ് കിട്ടി. അതായത് എയും ബിയും റിലേറ്റീവ്ലി പ്രൈം ആകുമ്പോൾ GCD എന്താണെന്ന് കിട്ടി, റിലേറ്റീവ്ലി പ്രൈം ആകിയാൽ there exist integers alpha and b such that alpha a plus beta b equal to 1. നമ്മൾ ഇഫ് പാർട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇനി തിരിച്ചു അതിൻ്റെ കൺവേഴ്സ് പാർട്ട് പ്രൂവ് ചെയ്യണം. അതായത് കൺവേഴ്സ് പാർട്ടാണ് അടുത്ത് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ഇഫ് there exist integers alpha and beta such that alpha a plus beta b equal to 1 then a and b are relatively prime. ആൽഫ എ പ്ലസ് ബീറ്റ ബി എന്ന് പറയുന്നത് 1 ആയിട്ടുണ്ടെങ്കിൽ, ഈക്വൽ ടു 1 ആയിട്ടുണ്ടെങ്കിൽ എയും ബിയും എന്താണെന്ന് കാണിക്കണം, റിലേറ്റീവ്ലി പ്രൈം ആണെന്ന് കാണിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ കൺവേഴ്സ് പാർട്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺവേഴ്സ്ലി വി സപ്പോസ് ദാറ്റ് ആൽഫ എ പ്ലസ് ബീറ്റ ബി ഈക്വൽ ടു 1 അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കാണിക്കണം, എയും ബിയും റിലേറ്റീവ്ലി പ്രൈം ആണ്. അതായത് GCD ഓഫ് എ ബി എന്താണ്, ഈക്വൽ ടു 1 ആണെന്ന് കാണിക്കണം അല്ലേ. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് ലെറ്റ് GCD ഓഫ് എ ബി ഈക്വൽ ടു ഡി. ഡി നമ്മൾ എ ബിയുടെ GCD ആയിട്ട് എന്തിനെടുക്കുന്നു, ഡി എന്നെടുക്കുന്നു. ഓക്കെ, ദെൻ ഡി GCD ഓഫ് എ ബി ആണ്. അതായത് ജി എന്ന് പറയുന്നത് എന്താണ്, എയുടെയും ബിയുടെയും ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസറാണ്. ദാറ്റ് ഈസ് ഡി ഡിവൈഡ്സ് എ ആൻഡ് ഡി ഡിവൈഡ്സ് ബി. ഡി എന്ത് ചെയ്യുന്നുണ്ട്, എയിനെയും ഡി ബിയിനെയും ഡിവൈഡ് ചെയ്യുന്നുണ്ട് GCDൻ്റെ ഡെഫിനിഷൻ വെച്ചിട്ട്. അപ്പോൾ ഡി എയും ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ഡി ബിനെയും ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡി എന്തിനെയും ഡിവൈഡ് ചെയ്യും, ആൽഫ എ പ്ലസ് ബീറ്റ ബിനെയും ഡിവൈഡ് ചെയ്യും അല്ലേ. ഡി എനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ഡി ബിനെയും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡി എന്ത് ചെയ്യും, നമ്മൾ തിയറത്തിൽ പഠിച്ചിട്ടുണ്ട്, ഡി എയുടെയും ബിയുടെയും ഒരു ലീനിയർ കോമ്പിനേഷന് തന്നിട്ടുണ്ടെങ്കിൽ അതിനെയും ഡിവൈഡ് ചെയ്യും. സോ ആൽഫ എ പ്ലസ് ബീറ്റ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇറ്റ് ഈസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് എ ആൻഡ് ബി. സോ ദെർഫോർ ഡി ഡിവൈഡ്സ് ആൽഫ എ പ്ലസ് ബീറ്റ ബി. അത് തിയറം 2.4 ആണ് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഡി ഡിവൈഡ്സ് ആൽഫ എ പ്ലസ് ബീറ്റ ബി എന്ന് കിട്ടി. ആൽഫ എ പ്ലസ് ബീറ്റ ബി ഈക്വൽ ടു എന്തായിട്ടാണ് നമ്മൾ സപ്പോസ് ചെയ്തിട്ടുള്ളത്, ഈക്വൽ ടു 1 ആണെന്നാണ് നമ്മൾ സപ്പോസ് ചെയ്തിട്ടുള്ളത്. ദെർഫോർ ഡി ഡിവൈഡ്സ് ആൽഫ എ പ്ലസ് ബീറ്റ ബി ഇംപ്ലൈസ് ഡി ഡിവൈഡ്സ് 1. ഓക്കെ, അപ്പോൾ ഇവിടെ ഡി ഡിവൈഡ്സ് 1 എന്ന് കിട്ടി. ഒരു നമ്പർ ഡി ഡിവൈഡ്സ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം, നമ്മൾ 1 ഡിവൈഡ്സ് നമുക്ക് ഏത് നമ്പർ പറയാമല്ലേ, 1 എല്ലാ നമ്പറിനെയും ഡിവൈഡ് ചെയ്യും. 1 ഡിവൈഡ്സ് 2, 1 ഡിവൈഡ്സ് 3 നമ്മൾ അങ്ങനെ പറയും അല്ലേ. പക്ഷേ തിരിച്ച് 2 ഡിവൈഡ്സ് 1 എന്ന് നമ്മൾ പറയുമോ, 2 ഒരിക്കലും 1നെ ഡിവൈഡ് ചെയ്യില്ല അല്ലേ. സോ ഒരു നമ്പർ ഡി ഡിവൈഡ്സ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1നെ ഡിവൈഡ് ചെയ്യുന്ന ഒരു നമ്പറുള്ളൂ, അതെന്താണ് 1 തന്നെയാണ്. സോ ഡി ഡിവൈഡ്സ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, ഡി ഈക്വൽ ടു 1 എന്നാണ്. പക്ഷെ നമ്മൾ ഡി എന്ന് പറയുന്നത് എന്തായിരുന്നു, ഡി ഈസ് ഈക്വൽ ടു നമ്മൾ എന്തായിട്ടാണ് എടുത്തത്, ലെറ്റ് ഡി ഈക്വൽ ടു GCD ഓഫ് എ ബി എന്നാണ് എടുത്തത്. അപ്പോൾ ഡി 1 ആണെന്ന് കിട്ടി. അതായത് GCD ഓഫ് എ ബി ഈക്വൽ ടു എന്താണെന്ന് കിട്ടി, 1 ആണെന്ന് കിട്ടി. ഓക്കെ, GCD ഓഫ് എ ബി ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എന്താണ്, എയും ബിയും റിലേറ്റീവ്ലി പ്രൈം ആണ്. അതായത് ആൽഫ എ പ്ലസ് ബീറ്റ ബി ഈക്വൽ ടു 1 ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എയും ബിയും റിലേറ്റീവ്ലി പ്രൈം ആണെന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ നമ്മൾ കൺവേഴ്സ് പാർട്ടും പ്രൂവ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ഒരു കൊറോളറിയാണ്, കൊറോളറി 3.1. അത് പറയുന്നത് ഇഫ് ഡി ഈക്വൽ ടു GCD ഓഫ് എ ബി ദെൻ GCD ഓഫ് എ ബൈ ഡി ബി ബൈ ഡി ഈക്വൽ ടു 1. എയുടെയും ബിയുടെയും GCD ഡി ആണെങ്കിൽ എ ബൈ ഡി ബി ബൈ ഡിയുടെ GCD എന്താണ്, ഈക്വൽ ടു 1 ആണെന്നാണ് കാണിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡി എന്താണ്, ഈക്വൽ ടു GCD ഓഫ് എ ബി ആണ്. ഡി എയുടെയും ബിയുടെയും GCD ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഡി ഡിവൈഡ്സ് എ ആൻഡ് ഡി ഡിവൈഡ്സ് ബി അല്ല. അപ്പോൾ ഡി എനെയും ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ഡി ബിനെയും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡി എന്ത് ഡി എയുടെയും ബിയുടെയും GCD ആണ്. അങ്ങനെയാണെങ്കിൽ ഓയിലേഴ്സ് തിയറം വെച്ചിട്ട് നമുക്ക് ഡീനെ എന്തായിട്ട് എഴുതാം, ഡി ഈക്വൽ ടു എന്താണ്, എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് എ ആൻഡ് ബി ആയിട്ട് എഴുതും. ദാറ്റ് ഈസ് ദർ എക്സിസ്റ്റ് ഇൻറ്റീജേഴ്സ് ആൽഫ ആൻഡ് ബീറ്റ സച്ച് ദാറ്റ് ഡി ഈസ് ഈക്വൽ ടു ആൽഫ എ പ്ലസ് ബീറ്റ ബി അങ്ങനെ എഴുതാമല്ലോ. ഇനി ഈ ഇക്വേഷന് ത്രൂ ഔട്ട് നമ്മൾ ഡി കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഡി ബൈ ഡി അതെന്താണ്, 1 ആണ്. ആൽഫ എ ബൈ ഡി എന്ന് തന്നെ ആൽഫ ഇൻറ്റു എ ബൈ ഡി എന്ന് എഴുതി, പ്ലസ് ബീറ്റ ബി ബൈ ഡി ദാറ്റ് ഈസ് ബീറ്റ ഇൻറ്റു ബി ബൈ ഡി എന്നുള്ള ഫോമിൽ ഒന്ന് റീഅറേഞ്ച് ചെയ്തു. ഓക്കെ, കംപ്ലീറ്റ് ഇക്വേഷന് നമ്മൾ എന്ത് ചെയ്തു, ഡി കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 1 ഈസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു എ ബൈ ഡി പ്ലസ് ബീറ്റ ഇൻറ്റു ബി ബൈ ഡി. ഇത് നോക്കൂ, ഇതെന്താണ്, എ ബൈ ഡി. ആൽഫയും ബീറ്റയും എന്താണ്, ഇൻറ്റീജേഴ്സ് ആണ് അല്ലേ. അങ്ങനെ എടുത്തിരുന്നത് നമ്മൾ ആൽഫയും ബീറ്റയും ഇൻറ്റീജേഴ്സ് ആണ്.
എ ബൈ ഡിയുടെയും ബി ബൈ ഡിയുടെയും ഒരു ലീനിയർ കോമ്പിനേഷൻ അല്ലേ അത്. എ ബൈ ഡി ആൽഫ ഇൻറ്റു എ ബൈ ഡി പ്ലസ് ബീറ്റ ഇൻറ്റു ബി ബൈ ഡി. ഇവിടെ നമ്മൾ 1 ഈക്വൽ ടു എന്തായിട്ട് എഴുതിയിട്ടുണ്ട്, എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് എ ബൈ ഡി ആൻഡ് ബി ബൈ ഡി ആയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു എ ബിയുടെ ജി സി ഡി ആണ് ഡി എങ്കിൽ ഡീനെ നമുക്ക് ലീനിയർ കോമ്പിനേഷൻ ഓഫ് എ ആൻഡ് ബി ആയിട്ട് എഴുതാം. ഇവിടെ നമുക്ക് എന്ത് കിട്ടി, 1നെ എ ബൈ ഡിയുടെയും ബി ബൈ ഡിയുടെയും ഒരു ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് കിട്ടി അല്ലേ. ഇവിടെ നമ്മൾ എന്താ എഴുതിയിട്ടുള്ളത്, 1നെ എ ബൈ ഡിയുടെയും അതേപോലെ ബി ബൈ ഡിയുടെയും ഒരു ലീനിയർ കോമ്പിനേഷൻ ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. നമുക്ക് ഓയിലേഴ്സ് തിയറത്തിൻ്റെ അത് വെച്ചിട്ട് എന്താ പറയാം, എ ബൈ ഡിയുടെയും ബി ബൈ ഡിയുടെയും ജി സി ഡി ആണ് 1 എന്ന് പറയാം. ഓക്കെ, നേരെ തിരിച്ചു പറഞ്ഞു, എ ബൈ ഡിയുടെയും ബി ബൈ ഡിയുടെയും ജി സി ഡി ആണ് 1 എന്ന് പറയാം. ഓക്കെ, ഹെൻസ് ദ പ്രൂഫ്. അടുത്തത് കൊറോളറി 3.2. If GCD of AB equal to 1 equal to GCD of AC, then GCD of A, BC equal to 1. ഓക്കെ, ഇവിടെ എന്ത് തന്നിട്ടുണ്ട്, എ ബിയുടെ ജി സി ഡി 1 ആണ്, അതേപോലെ എ സിയുടെ ജി സി ഡിയും 1 ആണ്. അങ്ങനെയാണെങ്കിൽ ജി സി ഡി ഓഫ് എ ബി സി, എ ബി സിയുടെ ജി സി ഡിയും എന്താണെന്ന് കാണിക്കണം, 1 ആണെന്ന് കാണിക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ജി സി ഡി ഓഫ് എ ബി ഈക്വൽ ടു 1 ആണ് തന്നിട്ടുണ്ട്. ജി സി ഡി ഓഫ് എ ബി ഈക്വൽ ടു 1 ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓയിലേഴ്സ് തിയറം വെച്ചിട്ട് എന്താ അറിയാം, എ ബിയുടെ ജി സി ഡിനെ നമുക്ക് എയുടെയും ബിയുടെയും ഒരു എന്തായിട്ട് എഴുതാം, ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാം. അപ്പോൾ ഇതിൻ്റെ ജി സി ഡി 1 ആണ്. അപ്പോൾ 1നെ നമുക്ക് എയുടെയും ബിയുടെയും ഒരു ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാം. അതിനെ ഞാൻ ആൽഫ എ പ്ലസ് ബീറ്റ ബി എന്നെടുത്തു. സോ ആൽഫ എ പ്ലസ് ബീറ്റ ബി ഈക്വൽ ടു 1 എന്നെഴുതാം. ഇനി ഇവിടെ നോക്കൂ, ജി സി ഡി ഓഫ് എ സി ഈക്വൽ ടു 1. ഇവിടെ വീണ്ടും ഓയിലേഴ്സ് തിയറം വെച്ചിട്ട് എയുടെയും സിയുടെയും ജി സി ഡിനെ എന്തായിട്ട് എഴുതാം, എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് എ ആൻഡ് സി ആയിട്ട് എഴുതാം. അതായത് ഇവിടെ അതെന്താണ്, ഈക്വൽ ടു 1 ആണ്. സോ ദിസ് 1 ഇസ് ഈക്വൽ ടു എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് എ ആൻഡ് സി. അതിന് ഞാനിവിടെ എം എ പ്ലസ് എൻ സി എന്നെടുത്തു. എമ്മും എന്നും എന്താണ്, ഇൻഡിജേഴ്സ്. ആൽഫയും ബീറ്റും എന്താണ്, ഇൻഡിജേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതിനെ രണ്ടിനെ ഇങ്ങനെ എഴുതാൻ പറ്റും. ഇനി നമ്മൾ ഇത് കാണണം, ബീറ്റ ബി ഇൻറ്റു എൻ സി കാണാം. ഈ ഇക്വേഷന് ബീറ്റ ബി എന്നെ നമുക്ക് എന്തായിട്ട് എഴുതാം, ബീറ്റ ബി സി ഈക്വൽ ടു എന്താണ്, ഇവിടുന്ന് 1 മൈനസ് ആൽഫ എ, അല്ലെങ്കിൽ ആൽഫ എന്നെ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ബീറ്റ ബി ഈക്വൽ ടു 1 മൈനസ് ആൽഫ എ എന്ന് എഴുതാം. ഇനി ഇവിടുന്ന് എൻ സി ഇസ് ഈക്വൽ ടു ഇവിടുന്ന് എന്തായിട്ട് എഴുതാം, 1 മൈനസ് എം എനെ ഇപ്പുറത്ത് കൊണ്ടുപോകാം. അപ്പോൾ 1 മൈനസ് എം എ എന്ന് എഴുതാം. ബീറ്റ ബി ഇൻറ്റു എൻ സി ചെയ്യണം നമ്മൾ. ഓക്കെ, ഇതിൻ്റെ പ്രൂഫ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബീറ്റ ബി ഇൻറ്റു എൻ സി എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ബീറ്റ ബി എന്താണ്, 1 മൈനസ് ആൽഫ എ ഇൻറ്റു എൻ സി എന്താണ്, 1 മൈനസ് എം എ. ഇനി ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ എന്താ കിട്ടാം, 1 ഇൻറ്റു 1 1 മൈനസ് എം എ മൈനസ് ആൽഫ എ, മൈനസും മൈനസും എന്താവും, പ്ലസ് ആവും, പ്ലസ് ആൽഫ എ ഇൻറ്റു എം എ എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ 1ന് അങ്ങനെ തന്നെ എടുത്താൽ 1 മൈനസ്, ഇവിടെ ഇതിലെല്ലാത്തിലും എന്തുണ്ട്, എ കോമൺ ആയിട്ടുണ്ട് അല്ലേ, ഈ 3 ടേമിലും എ കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ എനെ മൈനസ് എനെ ഞാൻ പുറത്തേക്ക് എടുക്കണം. അപ്പോൾ എന്ത് കിട്ടും, 1 മൈനസ് എ ഇൻറ്റു എം പ്ലസ് ആൽഫ മൈനസ് ആൽഫ എ എന്ന് കിട്ടും. ഇവിടെ മൈനസ് എനെയാണ് ഈ 3 ടേമിൽ നിന്നും പുറത്തേക്ക് എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇനി ഈ ടേം മൈനസ് എ ഇൻറ്റു എം പ്ലസ് ആൽഫ മൈനസ് ആൽഫ എ എം, ഈ കംപ്ലീറ്റ് ടേമിനെ ഞാൻ ഇക്വാലിറ്റീൻ്റെ ഇപ്പുറത്ത് കൊണ്ടുപോകും. അപ്പോൾ ഇവിടെ എന്താ കിട്ടുക, എ ഇൻറ്റു എം പ്ലസ് ആൽഫ മൈനസ് എ ആൽഫ എം പ്ലസ് എന്താ ഇവിടെ ഉള്ളത്, ബീറ്റ ബി ഇൻറ്റു എൻ സി. അതിനൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് ബീറ്റ എൻ ഇൻറ്റു ബി സി എന്ന് എഴുതാം, ഈക്വൽ ടു 1. ഓക്കെ, ഇവിടെ നോക്കൂ, ഇവിടെ എ ഇൻറ്റു സംതിങ് പ്ലസ് ബി സി ഇൻറ്റു സംതിങ് എന്നുള്ള ഫോമിൽ വന്നിട്ടുണ്ട് അല്ലേ. അതായത് ഇവിടെ എമ്മും ആൽഫയും എയും ഒക്കെ എന്താണ്, ഇൻറ്റിജേഴ്സാണ്. അതുകൊണ്ട് തന്നെ എം പ്ലസ് ആൽഫ മൈനസ് എ ആൽഫ എം എന്ന് പറയുന്നത് എന്താണ്, അതിനെ ഒരു ഇൻറ്റിജറായിട്ട് കൺസിഡർ ചെയ്യാം. സോ സം അതിന് നമുക്കൊരു ആർ എന്നെടുത്ത് വിചാരിച്ചോ. ദിസ് ഈസ് ഈക്വൽ ടു സം ആർ. ഇതെല്ലാം എന്താണ്, എമ്മും ആൽഫയും ഇൻറ്റിജറാണ്, എ ആൽഫ എം ഇതെല്ലാം ഇൻറ്റിജറാണ്. അപ്പോൾ എ ആൽഫ എം എന്ന് പറയുന്നത് എന്താവും, ഇതൊരു ഇൻറ്റിജറാവും. എം പ്ലസ് ആൽഫ മൈനസ് എ ആൽഫ എന്ന് പറയുന്നത് എന്താവും, ഒരു ഇൻറ്റിജറാവും. അപ്പോൾ നമ്മൾ ഈക്വൽ ടു ആർ എന്നെടുത്തു. അങ്ങനെയാണെങ്കിൽ ഇതിന് എ ആർ പ്ലസ് എന്തെഴുതാം, ബീറ്റ എൻ ബി സി ഇൻറ്റു ബീറ്റ എൻ. ബീറ്റ എന്താണ്, ബീറ്റ ഒരു ഇൻറ്റിജറാണ്, എൻ ഒരു ഇൻറ്റിജറാണ്. സോ ബീറ്റ എന്നും എന്താവും, ഒരു ഇൻറ്റിജറാണ്. എ ബി സി ഇൻറ്റു എസ് എന്നുള്ളത് എടുക്കാം. ഓക്കെ, അപ്പോൾ ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെ എന്ത് കിട്ടിയിട്ടുണ്ട്, എ
ആൻഡ് ബി സി. ആറും എസും എന്താണ്? ഇൻഡിജേഴ്സ് ആണ്. ഇപ്പോൾ എയും ബി സിനെ എനെയും ബി സിനെയും എന്റെയും ഒരു ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 1 എന്ന് കിട്ടി. ഓക്കെ, അതായത് GCD ഓഫ് എ ബി എ കൊമ ബി സി ഈക്വൽ ടു എന്താണ്? 1. എയുടെയും ബി സിയുടെയും ഒരു ലീനിയർ കോമ്പിനേഷൻ എന്താണ്? ഈക്വൽ ടു 1 ആണ്. അതായത് GCD ഓഫ് എ കൊമ ബി സി ഈക്വൽ ടു എന്താണെന്ന് പറയാം? 1 ആണെന്ന് പറയാം. ഹെൻസ് ദ പ്രൂഫ്. അടുത്തത് ഒരു കൊറോളറിയാണ്. കൊറോളറി 3.3. ഇഫ് എ ഡിവൈഡ് സി ആൻഡ് ബി ഡിവൈഡ് സി ആൻഡ് GCD ഓഫ് എ ബി ഈക്വൽ ടു 1 ദെൻ എ ബി ഡിവൈഡ് സി. ഓക്കെ, എന്താണ് സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്? എ ഡിവൈഡ്സ് സി ആണ്, ബി ഡിവൈഡ് സി ആണ്, ആൻഡ് GCD ഓഫ് എ ബി ഈക്വൽ ടു 1. അതോടെ തന്നെ GCD ഓഫ് എ ബി എന്താണ്? ഈക്വൽ ടു 1 ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണെന്നാണ് പറയുന്നത്? എ ബി എന്ത് ചെയ്യും? സിനെ ഡിവൈഡ് ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പ്രൂവ് ചെയ്യണമെങ്കിൽ ഇത് പ്രൂവ് ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? എ ഡിവൈഡ്സ് സി അല്ലെ. എ ഡിവൈഡ് സി ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? ഒരു ഇൻറ്റീജർ എം എക്സിസ്റ്റ് ചെയ്യും സച്ച് ദാറ്റ് സി ഈസ് ഈക്വൽ ടു സം എം ഇൻറ്റു എം ഇൻറ്റു എ അല്ലേ. എ ഡിവൈഡ്സ് സി ആണ്. അപ്പോൾ സി എന്ന് പറയുന്നത് എന്താണ്? എയുടെ ഒരു മൾട്ടിപ്പിളാണ്. സോ ഒരു ഇൻറ്റീജർ എം എക്സിസ്റ്റ് ചെയ്യും സച്ച് ദാറ്റ് സി ഈസ് ഈക്വൽ ടു എം എ. ഇനി ബി ഡിവൈഡ് സി പറഞ്ഞാൽ സി എന്താണ്? ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് ബി ആണ്. സോ ഒരു ഇൻറ്റീജർ എൻ എക്സിസ്റ്റ് ചെയ്യും സച്ച് ദാറ്റ് സി ഈസ് ഈക്വൽ ടു എൻ ബി. ഓക്കെ, ഇനി എന്ത് തന്നിട്ടുണ്ട്? GCD ഓഫ് എ ബി ഈക്വൽ ടു 1. GCD ഓഫ് എ ബി ഈക്വൽ ടു 1 ആണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട തിയറം 3.8 പറഞ്ഞു. എയും ബിയും റിലേറ്റീവ്ലി പ്രൈം ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്താണ്? എ ലീനിയർ കോമ്പിനേഷൻ ദർ എക്സിസ്റ്റ് ഇൻറ്റീജേഴ്സ് ആൽഫ ആൻഡ് ബീറ്റ സച്ച് ദാറ്റ് ആൽഫ എ പ്ലസ് ബീറ്റ ബി ഈക്വൽ ടു 1 അല്ലേ. 3.8 നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ GCD ഓഫ് എ ബി ഈക്വൽ ടു 1, അതായത് എയും ബിയും എന്താണ്? റിലേറ്റീവ്ലി പ്രൈം ആണ്. ദെർഫോർ ആൽഫ ബീറ്റ പറഞ്ഞ് ഇൻറ്റീജേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. ദർ എക്സിസ്റ്റ് ഇൻറ്റീജേഴ്സ് ആൽഫ ആൻഡ് ബീറ്റ സച്ച് ദാറ്റ് ആൽഫ എ പ്ലസ് ബീറ്റ ബി ഈക്വൽ ടു 1. നെക്സ്റ്റ് നമ്മളിതാ ഈ ഇക്വേഷൻ ആൽഫ എ പ്ലസ് ബീറ്റ ബി ഈക്വൽ ടു 1 ആണല്ലോ. ഈ ഇക്വേഷനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എന്താണ്? മൾട്ടിപ്ലൈ ബൈ സി ചെയ്യണം. ഓക്കെ, ഈ ഇക്വേഷനെ കംപ്ലീറ്റ് നമ്മൾ സി കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ രണ്ട് സൈഡും നമ്മൾ സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്തായിരുന്നു നമ്മൾ ഇക്വേഷൻ? ആൽഫ എ പ്ലസ് ബീറ്റ ബി ഈക്വൽ ടു 1 ആയിരുന്നു. രണ്ട് ഭാഗത്തും സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സി ഇൻറ്റു ആൽഫ എ പ്ലസ് ബീറ്റ ബി ഈക്വൽ ടു 1 ഇൻറ്റു സി. ഓക്കെ, ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ഇതാ സി ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സി ആൽഫ എ പ്ലസ് സി ബീറ്റ ബി ഈക്വൽ ടു എന്ത് കിട്ടും? സി ആണെന്ന് കിട്ടും അല്ലേ. ഇനി നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എ ഡിവൈഡ്സ് സി ആയതുകൊണ്ട് നമ്മൾ സി ഇസ് ഈക്വൽ ടു ഒരു ഇൻറ്റിജർ എം എക്സിസ്റ്റ് ചെയ്യും സച്ച് ദാറ്റ് സി ഇസ് ഈക്വൽ ടു എം എ. ബി ഡിവൈഡ്സ് സി ആയതുകൊണ്ട് ഒരു ഇൻറ്റിജർ എൻ എക്സിസ്റ്റ് ചെയ്യും സച്ച് ദാറ്റ് സി ഇസ് ഈക്വൽ ടു എൻ ബി അല്ലേ. അപ്പോൾ ഈ രണ്ട് ഇതും സീൻ്റെ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ആദ്യത്തെ സി ആൽഫ എ ഇല്ലേ, അവിടുത്തെ സീന് നമ്മൾ എന്ത് ചെയ്യുക? സി ഈക്വൽ ടു എൻ ബി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് എൻ ബി ഇൻറ്റു ആൽഫ എ പ്ലസ് ഇവിടുത്തെ സി ബീറ്റ ബി, ആ സീന് നമ്മൾ എന്ത് ചെയ്യും? എം എ എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ അതെന്താവും? എം എ പ്ലസ് ബീറ്റ ബി ഈക്വൽ ടു സി. ഇത് സി തന്നെ വെക്കുക, അവിടെ ഒന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ട. ഓക്കെ, അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ഇക്വേഷനിൽ എന്തായിട്ട് എൻ ബി ആൽഫ എ പ്ലസ് എം എ ബീറ്റ ബി ഈക്വൽ ടു സി എന്ന് കിട്ടും. അപ്പോൾ ഇത് രണ്ട് ടേംസിലും എന്തുണ്ട്? എ ബി കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ എ ബിനെ നമ്മൾ കോമൺ ആയിട്ട് പുറത്ത് കൊടുക്കും. എ ബി ഇൻറ്റു ഇവിടെ എന്താ ബാക്കിയുള്ളത്? എൻ ആൽഫ പ്ലസ് ഇവിടെ എന്താ ബാക്കിയുള്ളത്? എം ബീറ്റ ഈക്വൽ ടു സി എന്ന് കിട്ടും. ഓക്കെ, അതായത് സി ഇസ് ഈക്വൽ ടു എൻ ആൽഫ എം ബീറ്റ, എൻ ആൽഫ പ്ലസ് എം ബീറ്റ ഇൻറ്റു എ ബി എന്ന് കിട്ടും. ഇവിടെ എൻ ആൽഫ എം ബീറ്റ ഇതെല്ലാം എന്താണ്? ഇൻറ്റീജേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ എൻ ആൽഫ പ്ലസ് എം ബീറ്റ എന്ന് പറയുന്നത് എന്താവും? ഈ സമ്മും എന്താവും? ഒരു ഇൻറ്റീജർ ആവും. അപ്പോൾ അത് ഈക്വൽ ടു നമ്മൾ കെ എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? സി ഇസ് ഈക്വൽ ടു എൻ ആൽഫ പ്ലസ് എം ബീറ്റ ഒരു ഇൻറ്റീജർ ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു കെ എന്ന് കൊടുത്തു. കെ ഇൻറ്റു എന്താ ബാക്കിയുള്ളത്? എ ബി. സോ സി ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എ ബി എന്നുള്ള ഫോമിൽ എഴുതാം. അതായത് സി ഇസ് ഈക്വൽ ടു സം ഇൻറ്റീജർ ഇൻറ്റു എ ബി എന്ന് എഴുതാം. അതായത് എ ബി സി ഇസ് എ മൾട്ടിപ്പിൾ ഓഫ്, ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ എന്താണ്? സി ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് എ ബി ആണ്, ദാറ്റ് ഈസ് എ ബി ഡിവൈഡ്സ് സി. ഓക്കെ, ഹെൻസ് ദ പ്രൂഫ്. A divides C, B divides C and GCD of AB equal to 1 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാമെന്നാണ് പറഞ്ഞത്? എ ബി ഡിവൈഡ്സ് സി എന്ന് പറയാം. അങ്ങനെ നമ്മൾ പറഞ്ഞത്. അപ്പോൾ
ഇനി ഇവിടെ ജി സി ഡി ഓഫ് എ ബി നോട്ട് ഈക്വൽ ടു ആണ്, അതായത് എ ഡിവൈഡ് സി ആണ്, ബി ഡിവൈഡ് സി ആണ്. പക്ഷേ ജി സി ഡി ഓഫ് എ ബി നോട്ട് ഈക്വൽ ടു 1 ആയിട്ടുണ്ടെങ്കിൽ, ജി സി ഡി ഓഫ് എ ബി 1 അല്ലെങ്കിൽ ഈ തിയറം എന്ത് ചെയ്യില്ല, ഇത് ഹോൾഡ് ചെയ്യില്ല എന്നാണ്. ഓക്കെ, അപ്പോൾ അതിന് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എ ഈക്വൽ ടു 3, ബി ഈക്വൽ ടു 6, സി ഈക്വൽ ടു 12 എന്നെടുത്തു. ഇവിടെ എ ഡിവൈഡ്സ് സി അല്ലേ, 3 ഡിവൈഡ്സ് 12, 3 12നെ ഡിവൈഡ് ചെയ്യും. ബി ഡിവൈഡ്സ് സി, ബി എന്താണ് 6 ഡിവൈഡ്സ് സി എന്താണ് 12, 6 ഡിവൈഡ്സ് 12 ആണ്. അപ്പോൾ എ ഡിവൈഡ്സ് സി ആണ്, ബി ഡിവൈഡ്സ് സി ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തിയറത്തിൻ്റെ ഇത് വെച്ചിട്ട് എന്താണ്, എ ബി ഡിവൈഡ്സ് സി ആണ് എന്നാണ് അല്ലേ. പക്ഷേ എ ബി ഡിവൈഡ്സ് സി ആവും. ഇവിടെ എ ബി എന്താണ്, എ ഇൻറ്റു ബി എന്താണ് 3 ഇൻറ്റു 6, അതായത് 18 ആണ്. പക്ഷേ 18 എന്ത് ചെയ്യുന്നില്ല, 12നെ ഡിവൈഡ് ചെയ്യുന്നില്ല. കാരണം എന്താണ്, ജി സി ഡി ഓഫ് എ കോമ ബി, ജി സി ഡി ഓഫ് എ കോമ ബി എന്താണ്, ജി സി ഡി ഓഫ് 3,6 ആണ്. ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 1. ഇവിടെ ജി സി ഡി ഓഫ് എ ബി എന്താണ്, നോട്ട് ഈക്വൽ ടു 1 ആണ്. അതുകൊണ്ട് എ ബി എന്ത് ചെയ്യില്ല, ഡസ് നോട്ട് ഡിവൈഡ്സ് സി. ഓക്കെ, ഇനി അതേപോലെ തന്നെ വേറൊന്ന്, എ ഡിവൈഡ്സ് ബി സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഡസ് നോട്ട് മീൻ എ ഡിവൈഡ്സ് ബി ഓർ എ ഡിവൈഡ്സ് സി. ഓക്കെ, എ ബി സിനെ ഡിവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും എ ഡിവൈഡ്സ് ബി അല്ലെങ്കിൽ എ ഡിവൈഡ്സ് സി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെ അർത്ഥം എ ഡിവൈഡ്സ് ആ മൾട്ടിപ്പിൾ ബി സിനെ ഡിവൈഡ് ചെയ്യും എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് കൊറോളറി 3.4 ആണ്. അവിടെ എന്താ പറയുന്നത് വെച്ചാൽ, ഇഫ് എ ആൻഡ് ബി ആർ റിലേറ്റീവ്ലി പ്രൈം ആൻഡ് ഇഫ് എ ഡിവൈഡ്സ് ബി സി ദെൻ എ ഡിവൈഡ്സ് സി. ഓക്കെ, എയും ബിയും റിലേറ്റീവ്ലി പ്രൈം ആണ് ആൻഡ് എ ബി സിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ദെൻ എ ഡിവൈഡ്സ് സി. ഓക്കെ, നമ്മൾ നേരത്തെ കേസിൽ നമ്മൾ പറഞ്ഞു എ ഡിവൈഡ്സ് ബി സി എന്ന് ആവുമ്പോൾ നമുക്കൊരിക്കലും എ ഡിവൈഡ്സ് ബി അല്ലെങ്കിൽ എ ഡിവൈഡ്സ് സി അങ്ങനെ രണ്ടുമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല പറഞ്ഞു. പക്ഷെ ഇങ്ങനെ പറയാൻ പറ്റുന്ന ഒരു കേസ് എപ്പോൾ മാത്രമാണ്, എയും ബിയും റിലേറ്റീവ്ലി പ്രൈമും എ ഡിവൈഡ്സ് ബി സിയും ആകുമ്പോൾ. ഓക്കെ, ഇങ്ങനെ എ ഡിവൈഡ്സ് ബി അല്ലെങ്കിൽ എ ഡിവൈഡ്സ് സി, എ ഡിവൈഡ്സ് ബി സി ആകുമ്പോൾ എ ഡിവൈഡ്സ് ബി അല്ലെങ്കിൽ എ ഡിവൈഡ്സ് സി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എയും ബിയും എന്താവണം, റിലേറ്റീവ്ലി പ്രൈം ആവണം. അതാണ് ഈ തിയറത്തിൽ പറയുന്നത്, ഈ കൊറോളറിയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്താ പറയാനുള്ളത്, എയും ബിയും റിലേറ്റീവ്ലി പ്രൈമുമാണ്, എ ഡിവൈഡ്സ് ബി സിയും ആണ്. അങ്ങനെയാണെങ്കിൽ എ എന്ത് ചെയ്യും, സിനെ ഡിവൈഡ് ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, എയും ബിയും റിലേറ്റീവ്ലി പ്രൈം ആണെന്ന് പറഞ്ഞാൽ എന്താണ്, ജി സി ഡി ഓഫ് എ ബി ഈക്വൽ ടു 1. ജി സി ഡി ഓഫ് എ ബി ഈക്വൽ ടു 1 ആണെങ്കിൽ തിയറം 3.8 വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം, ദർ എക്സിസ്റ്റ് ഇൻറ്റീജേഴ്സ് ആൽഫ ആൻഡ് ബീറ്റ സച്ച് ദാറ്റ് ആൽഫ എ പ്ലസ് ബീറ്റ ബി ഈക്വൽ ടു 1 അല്ലേ. ഓക്കെ, ഇനി ഇതിന് ആൽഫ എ പ്ലസ് ബീറ്റ ബി ഉണ്ടല്ലോ, ഈ ഇക്വേഷനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്താ വരിക, രണ്ട് സൈഡിലും സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതായത് എന്താവും, ആൽഫ ഇൻറ്റു സി ഇൻറ്റു ആൽഫ എ പ്ലസ് ബീറ്റ ബി ഈക്വൽ ടു 1 ഇൻറ്റു സി എന്ന് വരും. അതായത് അത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ആൽഫ സി എ പ്ലസ് ബീറ്റ സി ബി ഈക്വൽ ടു സി ആണെന്ന് കിട്ടും അല്ലേ. ഇനി നോക്കൂ, നമുക്ക് എ ഡിവൈഡ്സ് എ സി എന്ന് പറഞ്ഞൂടെ, എ സി ബൈ എ ഈക്വൽ ടു എന്താണ്, സി അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം, എ ഡിവൈഡ്സ് എ സി ആണെന്ന് പറയാം അല്ലേ. സർ എ ഡിവൈഡ്സ് എ സി ആണ്. പിന്നെ നമുക്ക് തന്നിട്ടുണ്ട് എ ഡിവൈഡ്സ് ബി സി, എ ഡിവൈഡ്സ് ബി സി ആണ്. സോ എ ഡിവൈഡ്സ് എ സി ആൻഡ് എ ഡിവൈഡ്സ് ബി സി ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എഴുതാം, എ സിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ബി സിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എ എന്ത് ചെയ്യും, എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് എ സി ആൻഡ് ബി സിനെ ഡിവൈഡ് ചെയ്യും അല്ലേ. എ സിയുടെയും ബി സിയുടെയും ഒരു ലീനിയർ കോമ്പിനേഷനെ എ ഡിവൈഡ് ചെയ്യും, നമ്മൾ തിയറത്തിൽ പഠിച്ചിട്ടുണ്ട്. സോ നമുക്ക് എന്ത് എഴുതാം, എ ഡിവൈഡ്സ് ആൽഫ സി എ പ്ലസ് ബീറ്റ സി ബി. ഓക്കെ, എ സിനെ ഡിവൈഡ് ചെയ്യും, ബി സിനെ ഡിവൈഡ് ചെയ്യും. ദെർഫോർ എ എന്ത് ചെയ്യും, അതിൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷനെ ഡിവൈഡ് ചെയ്യും. ദാറ്റ് ഈസ് എ ഡിവൈഡ്സ് ആൽഫ സി എ പ്ലസ് ബീറ്റ സി ബി. ഓക്കെ, ഇനി ഇവിടെ നോക്കൂ, ആൽഫ സി എ പ്ലസ് ബീറ്റ സി ബി. എന്താണ് ആൽഫ സി എ പ്ലസ് ബീറ്റ സി ബി എന്ന് പറയുന്നത്, ആൽഫ സി എ പ്ലസ് ബീറ്റ സി ബി എന്ന് പറയുന്നത് ഈക്വൽ ടു സി ആണ്. അതായത് എ ഡിവൈഡ്സ് സി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എയും ബിയും റിലേറ്റീവ്ലി പ്രൈമാണ്, എ ഡിവൈഡ്സ് ബി സിയും ആണെങ്കിൽ എ എന്ത് ചെയ്യും, എ ഡിവൈഡ്സ് സി.